ഈ ഓണത്തിന് നമുക്ക് ഇരട്ടി മധുരമാണ്. കേരളത്തിലെ പാലക്കാട് നിന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കീബോർഡിൻ്റെ വിസ്മയമായി മാറിയ ശ്രീ സ്റ്റീഫൻ ഡെറസി ആന്ധ്രയിലെ പാലക്കൊലു എന്ന സ്ഥലത്ത് നിന്നും ചെന്നൈയിൽ വന്ന് സെറ്റിലായി മാൻഡലിൻ എന്ന ഉപകരണം ലോകം മുഴുവൻ പ്രസിദ്ധമാക്കി ഗ്രാമി അവാർഡിൻ്റെ നോമിനി വരെ ആയി തീർന്ന ശ്രീ രാജേഷ്. ഈ ഓണത്തിന് ക്രോസ് ബോർഡിൻ്റെ പ്രേക്ഷകർക്ക് ഒരു ഡബിൾ ട്രീറ്റ് ആണ്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് ഇതിഹാസ തുല്യരായ രണ്ട് കലാകാരന്മാർ. ഒന്ന് പാലക്കാട് നിന്നും വീണ്ടും മറ്റൊരു സംഗീതജ്ഞൻ, പിന്നൊന്ന് ഗ്രാമി അവാർഡ് നോമിനി. സോ ആദ്യമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ്? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം. ഇത് കറക്റ്റ് ഒരു ഫ്യൂഷനാണ് വായിച്ചത്. രാജേഷി പക്ക ഈ ഒരു പീസ് ഇതൊരു അല്ലാട്ടാക്കാന്ന് പറഞ്ഞ കോമ്പോസിഷനാണ്. രാജേഷി അത്
വെസ്റ്റേൺ മ്യൂസിക്കിലെ പഠിച്ചിട്ട് Okay. അതിൻ്റെ കൂടെ ഇന്ത്യൻ മിക്സ് ചെയ്തു. ഞാൻ അതിൻ്റെ കൂടെ ഒരു വെസ്റ്റേൺ കൂടെ ആ ഒരു കോമ്പിനേഷൻ ആണ്. Very, very talented. Sir. Immediately. You learned it. No, no. Being an Indian musician, you learned that piece. I always get inspiration from him because lot of Western, you know, his hardcore Western. It's always pleasure. പിന്നെ ഒരു കോമ്പിനേഷൻ രാജേഷ് വായിക്കുമ്പോൾ അതിൻ്റെ ഇമ്പം വേറെയാണ്. ഇന്ത്യൻ വരുമ്പോൾ അതിൽ ഞാൻ കുറച്ച് വോയിസ് ചെയ്യും. അതുകൊണ്ട് യു രാജേഷ്, മാഡലിൻ മാസ്റ്ററോ ആന്ധ്ര റൂട്ട്സ് ആണെന്ന് വിചാരിക്കണം അല്ലേ? I was born in Andhra, but literally brought up in Chennai. So I'm more a Tamil guy than a Telugu guy. Okay. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള പ്രവേശനം? As you know, it's in the family. My father and Appa, brother, everybody is musicians. So it was in the family, but me coming into music is more an accident or incident, I can say. Then after that, I became more serious into music. So എപ്പോഴാണ് ആദ്യമായിട്ട് കയ്യിലെടുക്കുന്നത്? ഓർമ്മയില്ല. I was learning. Chinna vayasilande I was learning when I was 6-7 years old. But Kanchi Paramacharya, when I went there and he asked me to play mandolin. So that's the first time when I became serious musician from that time, when I was 8 years old, 8 vaysana. So then destiny changed. ആ ഒരു യാത്ര വന്ന് ഗ്രാമ്യ മണ്ഡോവിനി എന്ന ഒരു അവസ്ഥ വരെ എത്തി. Hopefully next time I'll get it also by God's grace. You should get it for us at least. Thank you. സ്റ്റീഫൻ ദേവസി, യെസ് സർ. കീബോർഡിലെ വിസ്മയം, പാലക്കാട് ഒറ്റപ്പാലം അല്ലേ? അതെ, ഒറ്റപ്പാലമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അവന് ജനിച്ച വീടും മണ്ണും ഒന്നും ഞാൻ മറക്കില്ല. എപ്പോഴും പോവും. എൻ്റെ അച്ഛനമ്മ അവിടെ തന്നെ. കാരണം സംസാര ശൈലിയിൽ അത് വ്യക്തമായി നിഴലിക്കുന്നുണ്ട് ഒറ്റപ്പാലം. ആ അല്ലേ, ഓക്കെ. അല്ല, അവിടെ 18 വയസ്സ് വരെ അവിടെ ജീവിച്ച് പിന്നെയാണ് മദ്രാസിലേക്ക് വന്നു, പിന്നെ ബോംബെ പോയി. അപ്പോൾ പിന്നെ ബന്ധങ്ങളും ഒക്കെ നാട്ടിലെ തന്നെ. അപ്പോൾ അതൊരിക്കലും വിടാൻ പറ്റില്ല. പിന്നെ അധികം എപ്പോഴും പണ്ടത്തെ മാതിരിയൊന്നും പോകാൻ പറ്റില്ല. ബ്രേക്ക് കിട്ടുമ്പോൾ പോവും. പക്ഷേ വീട്ടിലും അറ്റാച്ച്മെൻറ്റും ഒന്നും ഒരിക്കലും മാറാൻ പറ്റില്ല. നാട്ടിൽ പോയാൽ നാട്ടിൻപുറത്ത് പോവുക, പിന്നെ ഒറ്റപ്പാലത്ത് ടൗണിൽ കറങ്ങുക, മായന്നൂർ പോവുക, ഇതൊക്കെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും അവിടെ തന്നെ. പോപ്പ് ജോൺ പോൾ രണ്ടാമൻ്റെ മുൻപിൽ കീബോർഡ് വായിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ആ അനുഭവത്തിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഞാൻ 3 പോപ്പിന് വേണ്ടിയിട്ടും വായിച്ചിട്ടുണ്ട്. പോപ്പ് രണ്ടാമനായിരുന്നു ആദ്യം വായിച്ച. അത് വെച്ചാൽ അവരുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്ന പ്രോഗ്രാമിൽ ഞങ്ങളൊരു ഒരു പാർട്ടായിരുന്നു. അത് വേണമെങ്കിൽ പറയാം. റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൽ. അത് ആദ്യം ഞാൻ ഇപ്പോൾ വായിച്ചത് എനിക്ക് ആദ്യം വായിച്ചൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ അടുത്തായിട്ട് പോപ്പ് ഫ്രാൻസിസിൻ്റെ അവരുടെ ചടങ്ങിലും എനിക്ക് വായിക്കാൻ പറ്റി. ഇനി ഒക്ടോബറിൽ ഞങ്ങൾ ഒരു പേഴ്സണൽ വിസിറ്റ് ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവകടാക്ഷ, അല്ലാതെ ഒന്നുമില്ല. ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിന് പോയി എന്ന് മാത്രം പറയുന്നു, അല്ലാതെ നമ്മുടെ കഴിവൊന്നും ഇല്ല തോന്നുന്നു. എനിക്കങ്ങനെ തോന്നുന്നു. പറഞ്ഞ മാതിരി എപ്പോഴും നമ്മൾ മ്യൂസിക്കിന് എപ്പോഴും ആർട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ദൈവികമായിട്ടൊരു ഘടകം ഉണ്ടാവും. മോർ ദാൻ ഹ്യൂമൻസ് എന്നുള്ള രീതിയിൽ അപ്പുറമായിട്ട്. അതൊക്കെയാണ് ഇപ്പോൾ രാജേഷിയും ശ്രീനിവാസ് അങ്ങനെയുള്ള എല്ലാ കലാകാരന്മാർക്കും അങ്ങനെ ഒരു ബാക്കിൽ പുറകിലൊരു വൻ ശക്തി പ്രവർത്തിക്കും. അതാണ് എല്ലാത്തിലും ഉണ്ടാവുക. അങ്ങനെ ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. ആ ഒരു സിദ്ധിയാണ് ഉള്ളത്. എപ്പോഴാണ് തുടങ്ങിയത് കീബോർഡ്? 10 വയസ്സിൽ ഞാൻ ആദ്യം മുതൽ ചെറുതായിട്ട് തുടങ്ങി. എൻ്റെ ചേട്ടൻ വയലിനും പഠിക്കുമായിരുന്നു. അപ്പോൾ ആ സെയിം ടീച്ചറെ അടുത്ത് ഞാൻ കീബോർഡ് പഠിച്ചു. കീബോർഡിലേക്ക് ഫാസിനേഷൻ വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? അങ്ങനെ നോക്കിയ ഒരു കാരണമില്ല. വീട്ടിൽ ചെറിയ കീബോർഡ് ഉണ്ടായിരുന്നു, അതിങ്ങനെ വെറുതെ വായിക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വെറുതെ വായിക്കുമ്പോൾ ഒരു ഇമ്പം തോന്നി. ഡ്രമ്മ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ഡ്രമ്മ് അങ്ങനെ അത് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല. മൃദംഗം ഭയങ്കര ഇൻട്രസ്റ്റ്. മൃദംഗം എനിക്ക് ഋതത്തിൽ മൊത്തത്തിൽ താളത്തിൽ കൊഞ്ചം ഇതിലേക്ക് അപ്പോൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈവൻ വായിക്കുമ്പോഴും പെർക്കസീവ് സ്റ്റൈൽ വരും. അതെന്താ വെച്ചാൽ ഋതം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അന്ന് പിന്നെ ഡ്രംസ് ഒന്നും പഠിക്കാനുള്ള അവസരം തൃശ്ശൂരായിരുന്നു. അവിടെ പോകാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ കീബോർഡ് തുടങ്ങി അങ്ങനെ പോയി. പിന്നെ മാറിയില്ല. കാരണം അന്ന് ഞാനും ചെറിയ പ്രോഗ്രാംസൊക്കെ ഞാനും എൻ്റെ ചേട്ടനൊക്കെ കൂടെ ചെയ്യായിരുന്നു. അപ്പോൾ കുറച്ച് ഇൻസ്പയർഡായി. ചെറിയ ക്ലബ്ബിൽ
അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ പ്രോഗ്രാമിന് പോകും. അപ്പോൾ വായിക്കണതൊക്കെ തെറ്റും, കല്ലൊക്കെ അടിച്ച് വായിക്കും. പക്ഷേ എന്നാലും ചെറിയ അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു ഇത്. പിന്നെ എൻ്റെ നാട്ടിൽ വെച്ചാൽ എല്ലാം ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അവിടെ ഗാനമേളയ്ക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ സംഭവമാണ്. അതെ, ഇപ്പോഴും നാട്ടിൽ അങ്ങനെയാണ്. ഇപ്പം നാട്ടിലൊക്കെ വന്ന് ഒരു ലൈറ്റ് മ്യൂസിക് വന്നാൽ ഇറ്റ്സ് ബിഗ് തിങ്. ഇപ്പോൾ പിന്നെ മീഡിയ ഒക്കെ സപ്പോർട്ട് ചെയ്ത് റിയാലിറ്റി ഷോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് വലിയതായിപ്പോയി. പണ്ടൊക്കെ അമ്പലത്തിൽ പരിപാടി വായിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ സംഭവമായിരുന്നു. അങ്ങനെയൊക്കെ അവസരം കിട്ടിയിട്ടാണ് വന്നത്. നിങ്ങൾ തമ്മിലുള്ള അസോസിയേഷൻ എത്ര വർഷമായി? One of the very talented, more than a great musician, is a very good human being. He's like my own brother. താങ്ക് യു. അതുണ്ട് എപ്പോഴും ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. കാരണം സ്റ്റേജിൽ നമ്മൾ ഒരു 2 മണിക്കൂർ വായിക്കെങ്കിലും. നിങ്ങൾ ആദ്യം പരിചയപ്പെട്ടത് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ശിവമണിയുടെ കൂടെ അല്ലേ? ശിവമണി സാറോട് കൂടെ ഒരു കോൺസെർട്ടിലാണ്. ചെന്നൈയിൽ വെച്ച്. ചെന്നൈയില അന്ന് ഞാൻ ഞെട്ടി, കൈ ഇങ്ങനെ വരണ. ആദ്യം രാജേഷിനെ കാണുമ്പോൾ മനസ്സിലുള്ള ഐഡിയ എന്തായിരുന്നു? എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും ചിന്തിച്ചിരുന്നു? നല്ലത് പറയണം. അപ്പൊ ചെലവ് ഞങ്ങൾ ആദ്യം എനിക്കൊരു അവസരം കിട്ടിയത് ശ്രീനി സാറിൻ്റെ കൂടെ വായിക്കാനായിരുന്നു. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് സൗണ്ട് ആദ്യമായിട്ട് ഞാൻ കേട്ടു. ശ്രീനി സാർ ഭയങ്കര ക്ലാസിക്കലി ഇൻക്ലൈൻഡ് ആണ്. അത് കഴിഞ്ഞ് ഒരു റിഹേഴ്സൽ തിരുമണ ഗ്രീൻ പാർക്കിൽ നമ്മൾ റെക്കോർഡിങ് നടക്കായിരുന്നു, ശിവമണിയുടെ റെക്കോർഡിങ്ങിൽ. അതിനിടയ്ക്ക് വന്ന് റിഹേഴ്സൽ നോക്കി. അപ്പോൾ രാജേഷൻ ജിയുടെ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വേറൊരു ദിശയിലാണ് പോകുന്നത്. വെസ്റ്റേൺ ഭയങ്കരമായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് അറ്റാച്ച്ഡ് ആയി, കാരണം നമ്മൾ വെസ്റ്റേൺ ആണല്ലോ. അപ്പോൾ നമ്മൾ അന്ന് കുറച്ചേ സ്റ്റൈൽ കൂടിയത്. അത് മാത്രം വെറുതെ നോ മണി. ഓക്കെ, ഇപ്പൊ പറഞ്ഞു നോ മണിന്ന്. മുടി വെട്ടം പൈസയില്ല, എന്നും മൊബൈൽ മാറ്റും. അപ്പോൾ അന്ന് ഓർമ്മയുണ്ട്, അന്ന് കോൺസേർട്ടോ മാതിരി ഒരു പീസ് മധുവന്തി ചെയ്തു ചെയ്ത്. അപ്പം അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഷോ ചെയ്തു ഒരുമിച്ച്, കുറേ 9 പീസ് അന്ന് ഭയങ്കര. എനിക്ക് എല്ലാ കലാകാരന്മാരോടുകൂടിയും ആണ്, പക്ഷെ ചിലവരുടെ അടുത്ത് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടും. അതെ, അത് കുറച്ച് മ്യൂസിഷ്യൻസിനെ എനിക്ക് അത് തോന്നുള്ളൂ. കംഫർട്ടബിൾ ആണല്ലേ? All musicians we get gel very well, but comfortable people we get personally also close. സ്റ്റീഫൻ ദേവസി എന്ന കലാകാരനെ ആദ്യം കണ്ടപ്പോൾ എന്ത് തോന്നിയത്? I've heard a lot about him. കുറേ കേട്ടിട്ടുണ്ട് സ്റ്റീഫൻ ദേവസി, but when I met him, he's an amazing artist. So and as you told earlier, like he's a great human being. Yeah, of course.
രണ്ടുപേരും വോക്കൽ പഠിച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പേടിയാവും പറയാൻ. പഠിച്ചിട്ടൊന്നുമില്ല, ആകെ അത്യാവശ്യത്തിന് പാടും. ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരു പറഞ്ഞു ഇനിമേൽ നീ വോക്കൽ എടുക്കണ്ട, ഇൻസ്ട്രുമെന്റ് ഏതെങ്കിലും സ്റ്റീഫന്റെ ഒരു സ്കൂൾ അല്ലേ? അതെ, മ്യൂസിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സൗണ്ട് എഞ്ചിനീയറിംഗ് സ്കൂളാണ്. 4 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് സംരംഭം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മ്യൂസിക് സ്റ്റുഡിയോ ആണ്. ഒരു 6 വർഷം മുന്നേ എൻ്റെ ബ്രദർ സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ ചെറിയൊരു പ്ലാൻ ഇവിടെ ഒന്ന് സെറ്റിലായപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് അങ്ങനെ സ്റ്റുഡിയോ തുടങ്ങി. സ്റ്റുഡിയോ കുഴപ്പമില്ലാണ്ട് പോയി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു 300 പടമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എം ജയചന്ദ്രൻ്റെ കുറേ പടങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ രാജമണി സാറ്, ഔസേപ്പച്ചൻ സാറ് എല്ലാവരും വന്ന് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് തോന്നി ഒരു സ്കൂളും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ, സൗണ്ട് എഞ്ചിനീയറിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മ്യൂസിക് ടെക്നോളജി. ഇപ്പോൾ ഒരു 3 വർഷമായി. ശരിക്കും ഈ സ്കൂള് ഇപ്പോൾ സ്കൂളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് സ്കൂള് രാജേഷിയുടെ ബിൽഡിങ്ങാണിത്. രാജേഷിയുടെ ബിൽഡിങ് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ലീസ് ഔട്ട് ചെയ്ത് ഇവിടെ എല്ലാം മൂടി പിടിപ്പിച്ച് സൗണ്ട് എഞ്ചിനീയറിങ്ങും മ്യൂസിക് ടെക്നോളജിയും കൂടെ 2 കോഴ്സുകളായിട്ട് 1.5 വർഷത്തെ കോഴ്സാണ്. എനിക്ക് തോന്നുന്നത് ഒരു 10-200 കുട്ടികൾ പാസ് ഔട്ടായിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആണ്, CCKയുടെ സർട്ടിഫിക്കേഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പാട്ടുകാരൻ ഹരിഹരൻ, ശിവമണി, പിന്നെ എം ജയചന്ദ്രൻ, 3 പേരാണ് ഞങ്ങൾ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സ്കൂളിനോട് രാജേഷ് ജിയും അസോസിയേറ്റഡ് ആണല്ലോ? പിന്നെ രാജേഷ് ജിയൊക്കെ എപ്പോഴും ഗസ്റ്റായിട്ട് ഇവിടെ വരും പല കാര്യങ്ങൾക്കും. I want to tell something about this school because as a musician, successful musician, he could have invested his money in somewhere other business, but he's giving back to the society. See, so many people are learned, and I really have so much respect for that because next generation people are coming, learning. You'll have a bigger heart to do that. So I always have so much respect for their family for doing. You composed for a film, right? ഞാൻ 2 പടത്തിൽ ചെയ്തിട്ടുണ്ട്. 2 പടത്തിൽ ചെയ്തിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കുറേ പടത്തിൽ ചെയ്തിട്ടുണ്ട്, തമിഴും മലയാളമായിട്ട്. 2 പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള പേരിൽ വെച്ചിരിക്കുന്നത്. അതൊന്ന് ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ ഒരു പടം, രണ്ടാമത് KQ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പടം. മൊത്തത്തിൽ ഒരു 9 പാട്ട് റിലീസായിട്ടുണ്ട് എൻ്റെ പേരിൽ. അതിലെന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റും? ഓക്കെ, ഞാൻ പണിയാം. ഞാൻ ആദ്യത്തെ പാടല്ലേ ഒരു പാട്ട് പാടാം. പാട്ട് പാടല്ല, വായിക്കാം. Please. ആന്ധ്രയിൽ ജനിച്ച് പാലക്കൊല്ലം അല്ലേ, അവിടെ ജനിച്ചു, തമിഴ്നാട്ടിൽ വളർന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് എന്താണ്? Santosham. Flowers. Always. Because for my childhood, I have a lot of Malayali friends. Okay. School le ellarum childhood friends alla Malayalis are. ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? Oണം celebrate. Okay. You're vegetarian, right? Yeah. Okay. Vegetarian. ഓണം എന്ന് ആഘോഷിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അല്ലേ? കേരളത്തിലുണ്ടായിട്ടുണ്ടോ എപ്പോഴും ഓണത്തിന്റെ സമയത്ത്? ഓക്കെ, അതാണ് ശരിക്കും കറക്റ്റ് ടൈം കേരളത്തിൽ നല്ല ഭക്ഷണം. നമ്മള് ഓണാഘോഷം പിന്നെ ഓണാഘോഷം വീട്ടിൽ ആഘോഷമായിട്ട് വെച്ചാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കും. അന്നാണ് വാഴയിലയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുക. അപ്പോൾ അത് നല്ല വീട്ടിൽ കഴിക്കും. പിന്നെ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകാറുണ്ട് കഴിക്കാൻ. ചിലപ്പോൾ ഒറ്റപ്പാലത്ത് എൻ്റെ അടുത്ത വീട്ടിലൊക്കെ പോകാറുണ്ട്. ഓ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് പ്രോഗ്രാം സംബന്ധമായിട്ട് പോയി. പക്ഷെ ഓണസദ്യ കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. ഞാൻ ഏറ്റവും അധികം ഓണസദ്യ കഴിച്ചിരിക്കും ദുബായിലാണ്.
ഞാനവിടെ ഓണപരിപാടി അവിടെ നവംബർ എൻഡിലൊക്കെ ഓണപരിപാടി ഉണ്ട്. കണ്ടിന്യൂസ് ഓണപരിപാടി എല്ലാ ദിവസവും. അത്ര ദിവസം ആ ഓരോരോ ഗ്രൂപ്പിന്റെയും ക്ലബുകളുടെയും മലയാള അസോസിയേഷൻസ്. അപ്പൊ അവരൊക്കെ അടുത്ത ഫ്രൈഡേ അങ്ങനെ ക്രിസ്മസ് അവിടെ വരാം. ക്രിസ്മസ് വരെ ഓണമായിരിക്കും. ഏഷ്യാനെറ്റ് റോസ് ബോളിന്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം രാജേഷ് ജി. വെരി 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 ഹാപ്പി ഓണം. നമ്മുടെ നാട്ടിൽ സമാധാനം കൂടട്ടെ. സമാധാനം കൂടുന്നതിന് കൂടെ എന്താ തന്നെ ഐശ്വര്യം കൂടും. ഐശ്വര്യം കൂടുമ്പോൾ എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഒന്ന് ഓർക്കുക. വീട്ടുകാരെയും കുറേ കാര്യങ്ങളെല്ലാം കൂടെ നിൽക്കുക, സന്തോഷിക്കുക. സമാധാനം ഉണ്ടാവട്ടെ ആദ്യം തന്നെ. ഓൾ ബ്ലെസ് യു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. യെസ്. അല്ലേ? സമസ്ത ലോക സുഖിനോ സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓൾ ദ വേൾഡ്സ്. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട രണ്ട് പ്രതിഭകളുടെ കൂടെ ഈ ഒരു ഓണത്തിന് ഇവിടെ ഇരിക്കാൻ പറ്റിയ എൻ്റെ ഒരു ഭാഗ്യം. അതിലുപരിയായി ഇത്രയും തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും നമ്മുടെ ചാനലിന് വേണ്ടി സമയം സ്പെയർ ചെയ്യാനായിട്ട് നിങ്ങൾ കാണിച്ച മഹാമനസ്കത, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഓണം, ഇതുപോലെ ഒരുപാട് ഓണങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം ആശംസിച്ചുകൊണ്ട് ഒരുമിച്ച് അതെ. അതോടൊപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും സ്വന്തം മേഖലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്നത് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് സ്വയം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വളരെ നന്ദി.